തന്ത്രിക്കെതിരായ മന്ത്രി രാജേഷിന്റെ പ്രസ്താവന ശബരിമലയുടെ അടിത്തറ തകർക്കാനെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. തന്ത്രി എന്നത് കേവലം ഒരു വ്യക്തിയല്ലെന്നും അതൊരു അംഗീകൃതമായ പദവിയും ഭരണഘടനാപരമായും നിയമപരമായും ശബരിമലയിലെ പ്രതിഷ്ഠയുടെ രക്തബന്ധമുള്ള ഏക വ്യക്തിയും പിതൃസ്ഥാനീയനുമാണെന്ന് സന്ദീപ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ മന്ത്രി MP രാജേഷ് ഉയർത്തിയ തന്ത്രിക്ക് എന്താണ് പ്രത്യേകത എന്ന ചോദ്യവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ പരാമർശങ്ങളും കേവലം ഒരു അഴിമതി അന്വേഷണത്തിന്റെ ഭാഗമല്ല. MP രാജേഷിനോട് പറയാനുള്ളത് തന്ത്രിക്ക് പ്രത്യേകതയുണ്ട് സാർ എന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഭക്തലക്ഷങ്ങളുടെ വിശ്വാസമനുസരിച്ച് അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥാനമാണ് തന്ത്രിക്കുള്ളത്. മഹാക്ഷേത്രത്തിന്റെ ആചാരപരമായ അടിത്തറ തകർക്കാനും തന്ത്രി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ അപകീർത്തിപ്പെടുത്താനുമുള്ള ആസൂത്രിത നീക്കത്തിന്റെ തുടർച്ചയാണിത്. 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിലെ ആചാരങ്ങൾ അട്ടിമറിക്കാനും തന്ത്രം താഴമൺ കുടുംബത്തിൽ നിന്നും മാറ്റാനും സർക്കാർ നടത്തിയ ശ്രമങ്ങൾ നാം കണ്ടതാണ്. അതിന്റെ പുതിയ രൂപമാണ് ഇപ്പോഴത്തെ ഈ കടന്നാക്രമണം. നിലവിലെ കേസിൽ തന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തികച്ചും ദുരുപദിഷ്ഠിതമാണ്. തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി തെളിവിന്റെ ഒരു കണിക പോലും തന്ത്രിക്കെതിരെ ഇല്ല എന്ന് വിധിയെഴുതിയത്. കള്ളക്കേസാണ് തന്ത്രിക്കെതിരെ ചുമത്തിയതെന്ന് വ്യക്തമായിരിക്കുകയാണ്. സ്വർണ്ണപ്പാളി മോഷണം പോയെങ്കിൽ അത് ഗൗരവമായി അന്വേഷിക്കണം. എന്നാൽ അതിന്റെ മറവിൽ തന്ത്രിയെ പെരുങ്കള്ളൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതും തന്ത്രിയുടെ പ്രത്യേകതയെ ചോദ്യം ചെയ്യുന്നതും വിശ്വാസങ്ങളെ അധിക്ഷേപിക്കലാണ്, വാര്യർ കുറിപ്പിൽ തുടർന്ന് പറയുന്നു. UTV ന്യൂസ്, പാലക്കാട്.